ഇപ്പോഴെന്നല്ല, മിക്കവാറും ആളുകൾ പ്രണയ നൈരാശ്യത്തെ സമീപിക്കുന്നത് വളരെ അഗ്രസീവായിട്ടായിരിക്കും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് അത് അവരുടെ ഈഗോയെ വളരെയധികം ഹർട്ട് ചെയ്യും. ഇന്നത്തെ യങ്ങർ ജനറേഷൻസ് എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നോ എന്ന് പറഞ്ഞതിനോട് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം എന്നുള്ള കാര്യം. അപ്പോൾ കാരണം കുട്ടിക്കാലത്ത് അവർക്ക് നോ കേട്ടിട്ട് ശീലമില്ല. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ നോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യെസ് എന്ന് പറയുന്ന കാര്യത്തോടു കൂടി തന്നെ ശീലിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്കൊരു പ്രശ്നം കേട്ടോ, എൻ്റെ മലയാളം വേർഡ്സ് എല്ലാം ഭയങ്കര പ്രോബ്ലത്തിലാണ്. കാരണം മലയാളം പല പദങ്ങളും എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും എൻ്റെ മലയാളം വേർഡ്സിൽ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും തിരിച്ചു വരാം. അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് യങ്ങർ ജനറേഷനിൽ ഒരു കാര്യവും ടോളറേറ്റ് ചെയ്യുവാനുള്ള കഴിവില്ല. കാരണം നമ്മൾ അവരെ കുട്ടിക്കാലത്തെ തന്നെ ശീലിപ്പിക്കുന്നില്ല. ഇപ്പൊ ആ കൂടി 1-2 കുട്ടികളൊക്കെയാണ് എല്ലാ ഫാമിലികളിലും ഉള്ളത്. അതുകൂടാതെ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ ഫ്രോയിഡ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്നും കുട്ടിക്ക് ലോകത്തുള്ള എല്ലാ രീതിയിലുമുള്ള എക്സ്പീരിയൻസസ് കിട്ടുന്നു. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പീരിയൻസസിന്റെ ലാക്കിംഗ് ഉള്ളതുകൊണ്ട് ഷെയറിംഗ് ശീലമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ശീലമില്ല, അതുപോലെ തന്നെ ക്ഷമിക്കുന്നതിനുള്ള ശീലമില്ല, അപ്പോൾ ആളുകളെ റെസ്പെക്ട് ചെയ്തിട്ട് കണ്ട് ശീലിക്കുന്നില്ല. അത്തരം കുറേ കാര്യങ്ങളിൽ ലാക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ മുതിർന്നവർ വേഗം അത് മേടിച്ചു കൊടുക്കുന്നു. കുട്ടികൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിലും അവർ വലിയ വായിൽ നിലവിളിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ നിലത്ത് കിടന്നുകൊള്ളും, അതുമല്ലെന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയും, അതുമല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ ഭീഷണി. അത്തരത്തില് കുട്ടികൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളെ പേരൻസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവരുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലുതാവുമ്പോഴും അവർ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുതിർന്ന ആളുകളെയാണ് സത്യത്തിൽ നമ്മൾ കുറ്റം പറയേണ്ടത്. കാരണം അവരെ ഒരു കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മൾ ശീലിപ്പിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഒച്ച വയ്ക്കുകയോ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ വീട്ടിൽ നിന്നും വഴക്കുകൂടി പുറത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ തന്നെയാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള ശീലങ്ങൾ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ ടോളറൻറ്റ് ചെയ്യുവാനുള്ള ശീലങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ശീലിപ്പിക്കണം. സഹനം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ ശീലിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ നോ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിനോട് എങ്ങനെ മര്യാദ രീതിയിൽ പെരുമാറുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം മുതൽക്കേ ശീലിപ്പിക്കേണ്ടതാണ്.